എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ എക്സാമിനെ മുൻനിർത്തി സിലബസിൽ നിന്നുള്ള പാർട്ട് 1 കോർപ്പറേഷനിൽ നിന്നുള്ള മൊഡ്യൂൾ 8 യൂണിറ്റ് 8 സോഴ്സസ് ഓഫ് ഫണ്ട്സിൽ നിന്നുള്ള ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ക്ലാസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് 1, ദ ഫിനാൻസിംഗ് ബാങ്ക് ഓർ ക്രെഡിറ്റ് സൊസൈറ്റി ഷാൾ ഗ്രാൻഡ് ലോൺസ് ഫോർ പീരിയഡ്സ് എക്സീഡിംഗ് 120 months. സ്റ്റേറ്റ്മെൻറ്റ് 2, ദ രജിസ്ട്രാർ ഷാൾ ഹാവ് ദി പവർ ടു ഫിക്സ് ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഇൻ റൈറ്റിംഗ് ദ എമൗണ്ട് ഓഫ് മാക്സിമം ലെൻഡിംഗ് ലിമിറ്റ് ഓഫ് എ ഫിനാൻസിംഗ് ബാങ്ക് ഓർ ക്രെഡിറ്റ് സൊസൈറ്റി. സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞു. നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്. സെക്കൻഡ് ഓപ്ഷൻ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. തേർഡ് ഓപ്ഷൻ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ഫോർത്ത് ഓപ്ഷൻ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുള്ളത്? ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുള്ളത് റൂൾ 56 റെസ്ട്രിക്ഷൻ ഓൺ ഗ്രാൻസ് ലോൺസുമായിട്ട് ബന്ധപ്പെട്ട റൂൾസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. റൂൾ 56 സബ് റൂള് 1 ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. റൂൾ 56 സബ് റൂള് 2 ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നോക്കിയേ, റൂൾ 56 സബ് റൂളിൽ 1 പറയുന്നത് നോ ഫിനാൻസിംഗ് ബാങ്ക് എന്നാണ്. ദ ഫിനാൻസിംഗ് ബാങ്ക് ഇവിടെ കൊടുത്തേക്ക് നോക്കിയത് ഫിനാൻസിംഗ് ബാങ്ക് ഓർ ക്രെഡിറ്റ് സൊസൈറ്റി ഷാൾ ഗ്രാൻഡ് ലോൺസ് ഫോർ പീരിയഡ്സ് എക്സീഡിംഗ് 120 months. പീരീഡ് എക്സീഡിംഗ് 120 months അധികരിക്കുന്ന എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ലോൺസ് ഫിനാൻസിംഗ് ബാങ്കിന് ഓർ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല. റൂൾ 56 സബ് റൂള് 1 പറയുന്നത് നോ എന്നാണ്. നോ ഫിനാൻസിംഗ് ബാങ്ക് ഓർ ക്രെഡിറ്റ് സൊസൈറ്റി ഷാൾ ഗ്രാൻഡ് ലോൺസ് ഫോർ പീരിയഡ്സ് എക്സീഡിംഗ് 120 months എന്നാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? റോങ് ആണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 റൂൾ 56 സബ് റൂൾ 2 അനുസരിച്ച് കറക്റ്റാണ്. ദ രജിസ്ട്രാർ ഷാൾ ഹാവ് ദി പവർ ഉണ്ട്, രജിസ്ട്രാറിന് പവർ ഉണ്ട് ഫിക്സ് ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡറിൽ കൂടെ ഇൻ റൈറ്റിംഗ് തയ്യാറാക്കി ദ എമൗണ്ട് ഓഫ് മാക്സിമം ലെൻഡിംഗ് ലിമിറ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ബാങ്ക് ഓർ ക്രെഡിറ്റ് സൊസൈറ്റി. ദ മാക്സിമം ലെൻഡിംഗ് ലിമിറ്റ് ഓഫ് ഫിനാൻഷ്യൽ ബാങ്ക് ഓർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മാക്സിമം ലെൻഡിംഗ് ലിമിറ്റ് ഫിക്സ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? രജിസ്ട്രാറിന് പവർ ഉണ്ട്. അത് കറക്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ആൻസർ ഡി ആണ് ആൻസർ. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. 1 എന്താണ്? തെറ്റാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ സെക്ഷൻ 56 ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആസ് പെർ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 എ സൊസൈറ്റി ഷാൾ ഔട്ട് ഓഫ് ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഇൻ എനി ഇയർ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ഫർ ആൻഡ് എമൗണ്ട് നോട്ട് ബി ഇൻ ലെസ് ദാൻ 15% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു ദി റിസർവ് ഫണ്ട്. എത്രയോ കുറയാത്തത്? 15%. 15% കുറയാത്തത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? റിസർവ് ഫണ്ടിലേക്ക്. ട്രാൻസ്ഫർ ആൻഡ് എമൗണ്ട് നോട്ട് ബി ഇൻ ലെസ് ദാൻ 15% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു ദി റിസർവ് ഫണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിറ്റ് സച്ച് പോർഷൻ ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് നോട്ട് എക്സീഡ് എത്രയിൽ അധികരിക്കാത്തത്? 5% ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ടു ദി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് റെഫേർഡ് ടു ഇൻ ക്ലോസ് 19 ഓഫ് സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 109. സെക്ഷൻ 109 പവർ ടു മേക്ക് റൂൾസ്. ഗവൺമെൻറ്റിന് പവറുണ്ട് റൂൾസൊക്കെ മേക്ക് ചെയ്യാൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതും എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റ് തന്നെയാണ്. ഇനി തേർഡ് നോക്കി. 10% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു ദി കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതും കറക്റ്റ് തന്നെ. 10% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു ദി കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി ഫോർത്ത് നോക്കി. ക്രെഡിറ്റ് 5% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു ദി പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റൈൻഡ് ബൈ ദി രജിസ്ട്രാർ. ഇത് അമെൻമെൻറ്റിന് മുമ്പ് ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 56 സബ്സെക്ഷൻ 1 അനുസരിച്ച് വരുന്നതല്ലായിരുന്നു. സെക്ഷൻ 56 സബ്സെക്ഷൻ 2 അനുസരിച്ചായിരുന്നു. അത് അമെൻഡ് ചെയ്തപ്പോൾ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 നിന്നും സെക്ഷൻ 56 സബ്സെക്ഷൻ 1 മാറ്റി. കമ്പൽസറി ലെവലിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും കൊടുക്കണം. ആ രീതിയിലേക്ക് മാറ്റി. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റായിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും.
അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സും ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഏത് വരും? സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. ഓൾ ഓഫ് ദി എബോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗവൺമെൻറ് മേ പ്രൊവൈഡ് മണീസ് ടു എ സൊസൈറ്റി ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് ആൻ അപ്രോപ്രിയേറ്റ് ഇൻ കണക്ഷൻ വിത്ത് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഗവൺമെൻറ് എന്താണ്? ഗവൺമെൻറ് മേ പ്രൊവൈഡ് മണീസ് ടു എ സൊസൈറ്റി. സൊസൈറ്റീസിന് മണി കൊടുത്ത ശേഷം സൊസൈറ്റിക്ക് ആ മണി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ്. അതർ സൊസൈറ്റിയുടെ ഷെയർസ് എന്താണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ. അപ്പോൾ ഇതിന് പറയുന്ന പേരാണേത്? ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. സെക്ഷൻ 43 ആണ്. 43. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ സെക്ഷൻ 43 ആണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. വിച്ച് എമംഗ് ഫോളോവിങ് ഇസ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ ഏതാണ് ഇൻഅപ്രോപ്രിയേറ്റ്, ഉചിതമല്ലാത്തത് സെക്ഷൻ 43 ആയിട്ട് ബന്ധപ്പെട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് നോക്കി, ആൻ അപ്പെക്സ് സൊസൈറ്റി വിച്ച് ഈസ് പ്രൊവൈഡ് വിത്ത് മണീസ് ബൈ under section 43 shall with such monies establish a fund to be called the principal state partnership fund. ശരിയാണ്. അപ്പെക്സ് സൊസൈറ്റി എന്ത് ചെയ്യും? വിച്ച് ഈസ് പ്രൊവൈഡഡ് വിത്ത് ദി മണീസ് ബൈ ദി ഗവൺമെൻറ്. മണി ഗവൺമെൻറ് കൊടുക്കുന്ന എമൗണ്ട് വെച്ച് അണ്ടർ സെക്ഷൻ 43 അനുസരിച്ച്, സെക്ഷൻ 43 ഞാൻ പറഞ്ഞു ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ് അല്ലേ, വിത്ത് സച്ച് മണീസ് എസ്റ്റാബ്ലിഷ് ചെയ്യും അപ്പെക്സ് സൊസൈറ്റി ഫണ്ട് ടു ബി കോൾഡ് ദി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യും. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 44 ആണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കറക്റ്റാണ്. ഇനി സെക്കൻഡ് നോക്കി, എ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഇസ് പ്രൊവൈഡ് വിത്ത് മണീസ് ബൈ ആൻ അപ്പെക്സ് സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റിയുടെ കയ്യിൽ നിന്നും പൈസ സ്വീകരിച്ചുകൊണ്ട്, എമൗണ്ട് സ്വീകരിച്ചുകൊണ്ട് ഫ്രം ദി പ്രിൻസിപ്പൽ കണ്ടോ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് ഷാൾ വിത്ത് സച്ച് മണീസ് എസ്റ്റാബ്ലിഷ് എ ഫണ്ട് ടു ബി കോൾഡ് ദി സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 45 ആണ്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കറക്റ്റാണ്. ഇനി തേർഡ് നോക്കി, നോ ഷെയർസ് ഇൻ എ സൊസൈറ്റി ഷാൾ ബി പർച്ചേസ് ഫ്രം ദി മണീസ് ഇൻ ദി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ ദി സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എക്സെപ്റ്റ് വിത്ത് ദി പ്രീവിയസ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടോ അതുപോലെ തന്നെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് മറ്റുള്ള സൊസൈറ്റികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആരുടെ അപ്രൂവൽ വാങ്ങിക്കണം? ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിക്കണം. അപ്പം എന്താണ് ഈ പറഞ്ഞ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് കറക്റ്റാണ്. ഇനി നാലാമത്തെ നമുക്ക് നോക്കാം. അപ്പോൾ 1, 2, 3 എന്താണ് കറക്റ്റാണ്. നാലാമത്തെ പറയുന്നത് ഇഫ് എ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇപ്പോൾ സെൻട്രൽ സൊസൈറ്റി ഏതാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണെന്ന് നമുക്കറിയാം. ഈസ് വൂണ്ട് അപ്പ്, വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഓർ ഡിസോൾവ് ചെയ്യാൻ നേരത്ത് സെൻട്രൽ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഓൾ മണീസ് ടു ദി ക്രെഡിറ്റ് ഓഫ് or payable to that fund shall be credited or paid as the case may be to the government. അതായത് സെൻട്രൽ സൊസൈറ്റി ഏതാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് മണി സ്വീകരിച്ചുകൊണ്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ് എന്താണ് ക്രിയേറ്റ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് ആ ഒരു സൊസൈറ്റിയുടെ ഇപ്പോൾ വൈൻഡിങ് അപ്പ് ഓർ ഡിസോൾവിൻ്റെ സമയത്ത് ആ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലുള്ള എമൗണ്ട് എങ്ങോട്ട് തിരികെ കൊടുക്കണം? ഓൾ മണീസ് ടു ദി ക്രെഡിറ്റ് ഓർ പേബിൾ ടു ദാറ്റ് ഫണ്ട് ഷാൽ ബി ക്രെഡിറ്റ് ഓർ പെയ്ഡ് ആസ് ദി കേസ് മേ ബി ടു ദി ഗവൺമെൻറ്. ഇവിടെ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. കാരണം സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എവിടെ നിന്നാണ് മണി സ്വീകരിച്ചിട്ടുള്ളത്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്കല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിലേക്കല്ല കൊടുക്കേണ്ടത്, എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? ഈ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്കാണ് കൊടുക്കേണ്ടത്. എങ്ങോട്ടാണ്? പ്രിൻസിപ്പൽ എന്താണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്കാണ് കൊടുക്കേണ്ടത്. ഇനി നേരെ തിരിച്ച് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള അപ്പെക്സ് സൊസൈറ്റി ആയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് വന്നേനെ, ഗവൺമെൻറ്റിലേക്കായിട്ട് വന്നേനെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻഅപ്രോപ്രിയേറ്റ്? നമ്മൾ പറഞ്ഞു 1, 2, 3 കറക്റ്റാണ്. അപ്പോൾ ഏതാണ്? ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് വരും? ഡി ആണ് ആൻസർ, ഓൺലി 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് മേ ഇൻക്ലൂഡ്. സെക്ഷൻ 53 ആണ് പറയുന്നത്. ഏതാണ് സെക്ഷൻ 53? അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ആണ്. അപ്പോൾ അതിനകത്ത് അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, ദ ഗവൺമെൻറ് മേ ഗിവ് എ ലോൺ ഓർ മേക്ക് അഡ്വാൻസ് ടു സൊസൈറ്റീസ്. അതും സ്റ്റേറ്റ് എയ്ഡ് ആണ്. സെക്കൻഡ്, ദ ഗവൺമെൻറ് മേ ഗ്യാരണ്ടി കൊടുക്കും ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു എ സൊസൈറ്റി. അതും എന്താണ് സ്റ്റേറ്റ് എയ്ഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സെക്കൻഡ് അതെ. തേർഡ്, ദ ഗവൺമെൻറ് മേ ഗിവ് ഗ്യാരണ്ടി ദി റീപേയ്മെൻറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. തേർഡും സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഫോർത്ത്, ദ ഗവൺമെൻറ് മേ ഗ്യാരണ്ടി ദി റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് കറക്റ്റാണ്. നമ്മൾ കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 53 ആയിട്ട് ബന്ധപ്പെട്ട് അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും കറക്റ്റാണ്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ ഓൾ ഓഫ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സൊസൈറ്റി ഷാൾ നോട്ട് മേക്ക് എ ലോൺ ടു എനി പേഴ്സൺ ഓർ എ സൊസൈറ്റി അതർ ദാൻ എ മെമ്പർ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ അപ്രോപ്രിയേറ്റ് വിത്ത് സെക്ഷൻ 59. സെക്ഷൻ 59 എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. റെസ്ട്രിക്ഷൻ ഓൺ ലോൺസുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ഇൻ അപ്രോപ്രിയേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ്, with the general or special sanction of the registrar, a society make loans to another society. എന്താണ് രജിസ്ട്രാറിൻ്റെ സ്പെഷ്യൽ ഓർ ജനറൽ സാങ്ഷനോട് കൂടി ഒരു സൊസൈറ്റിക്ക് മറ്റുള്ള സൊസൈറ്റിക്ക് എന്ത് കൊടുക്കാം? ലോൺ കൊടുക്കാൻ വേണ്ടി പറ്റും. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്ഷൻ 59 ബന്ധപ്പെട്ട് കറക്റ്റാണ്. സെക്കൻഡ് നോക്കാം. എ സൊസൈറ്റി മേ മേക്ക് എ ലോൺ ടു എ ഡിപ്പോസിറ്റർ ഓൺ ദി സെക്യൂരിറ്റി ഓഫ് ഹിസ് ഡിപ്പോസിറ്റ്. അതും കറക്റ്റാണ്. സൊസൈറ്റിക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡിപ്പോസിറ്ററിന് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി വെച്ച് എന്താണ് ലോൺ കൊടുക്കാൻ വേണ്ടി പറ്റും. ഡിപ്പോസിറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെച്ച് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ലോൺ കൊടുക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ്, എ സൊസൈറ്റി മേ മേക്ക് എ ലോൺസ് ടു എ ഡിപ്പോസിറ്റർ ഓൺ ദി സെക്യൂരിറ്റി ഓഫ് ഹിസ് ഡിപ്പോസിറ്റ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് സെക്യൂരിറ്റി വെച്ച് ലോൺ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ്, എ സൊസൈറ്റി ഷാൾ നോട്ട് സാങ്ഷൻ ലോൺ ഓർ അഡ്വാൻസസ് exceeding the individual maximum borrowing power fixed by the managing committee and a registrar and as provided in the bylaws of the society. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഇൻ അപ്രോപ്രിയേറ്റ് ആണ്. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. എ സൊസൈറ്റി ഷാൾ നോട്ട് സാങ്ഷൻ ലോൺസ് ഓർ അഡ്വാൻസസ് കറക്റ്റാണ്, അവിടം വരെയൊക്കെ കറക്റ്റാണ്. എക്സീഡിങ് ദി ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിങ് പവർ. അപ്പോൾ സൊസൈറ്റിക്ക് എന്താണ് ലോൺസ് ഓർ അഡ്വാൻസസ് സാങ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എക്സീഡിങ് ദി ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിങ് പവർ ഫിക്സഡ് ബൈ ദി മാനേജിങ് കമ്മിറ്റി അല്ല. ഫിക്സഡ് ബൈ ദി മാനേജിങ് കമ്മിറ്റി അല്ല, ഫിക്സഡ് ബൈ ദി രജിസ്ട്രാർ ആൻഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദി ബൈലോസ് ഓഫ് ദി സൊസൈറ്റി ആണ്. അതുകൊണ്ടാണ് ബൈ ദി മാനേജിങ് കമ്മിറ്റി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത് തെറ്റ്, ഇൻ അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 59 അനുസരിച്ച്. ഇനി ഫോർത്ത് നോക്കി. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ എനി കോൺട്രവെൻഷൻസ് ഓഫ് പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ 59 സബ്സെക്ഷൻ 2A. അതായത് സെക്ഷൻ 59 സബ്സെക്ഷൻ 2A ആ ഒരു പ്രൊവിഷനിൽ, ആ ഒരു സെക്ഷനിലെ പ്രൊവിഷൻസിന് കോൺട്രവെൻഷൻ എഗനസ്റ്റ് ആയിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ദി കമ്മിറ്റി ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസേൺഡ് ഈ പറഞ്ഞിട്ടുള്ള ലോൺസ് ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ അധികരിച്ച് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഷാൾ ബി ലയബിൾ ഫോർ പണിഷ്മെൻറ്റിന് ലയബിളാണ് സെക്ഷൻ 94 ഒഫൻസ് അനുസരിച്ച് പ്രൊവൈഡഡ് ഇൻ സബ്സെക്ഷൻ 7A ഓഫ് സെക്ഷൻ 94 ഓഫ് ദി ആക്ട്. അപ്പോൾ എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ. 1, 2, 4 എന്താണ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ഏത് പോകാം? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻ അപ്രോപ്രിയേറ്റ് അല്ലേ? അപ്പോൾ ഇൻ കറക്റ്റ് സി ആണ് ആൻസർ, ഓൺലി 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 54 ഡീൽസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ ഡാഷ് ടു ഓവർറൈഡ് അതർ ലോസ്. ഫസ്റ്റ് ഓപ്ഷൻ 40 to 50, സെക്കൻഡ് ഓപ്ഷൻ 43 to 52, തേർഡ് ഓപ്ഷൻ 43 to 50, ഫോർത്ത് ഓപ്ഷൻ 40 to 45. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 54 അത് ഡീൽ ചെയ്യുന്നത് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 43 to 52 ഓവർറൈഡ് ചെയ്യും അതർ ലോസിൽ. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 54. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ, 43 to 52. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സെക്ഷൻ 46 നോ ഷെയർ ഇൻ എ സൊസൈറ്റി ഷാൾ ബി പർച്ചേസ്ഡ് ഫ്രം ദി മണി ഇൻ ദി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ ദി സബ്സിഡി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എക്സെപ്റ്റ് വിത്ത് ദി പ്രീവിയസ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ് ഓഫ് ദി ഡാഷ്.
ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ, സെക്കൻഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി, തേർഡ് ഓപ്ഷൻ ഗവൺമെൻറ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 46 അനുസരിച്ച് സബ്സിഡി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആയിക്കോട്ടെ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആയിക്കോട്ടെ, ആ ഫണ്ടിൽ നിന്നുള്ള മണി ഉപയോഗിച്ച് മറ്റുള്ള സൊസൈറ്റികളുടെയൊക്കെ ഷെയർസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആരുടെ പ്രീവിയസ് അപ്രൂവൽ വാങ്ങിക്കണമെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുടെ പ്രീവിയസ് അപ്രൂവൽ? ആ പ്രീവിയസ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ് ഓഫ് ദി രജിസ്ട്രാർ ആണോ ഗവൺമെൻറ് ആണോ? ഗവൺമെൻറ് ആണ് ആൻസർ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോ പാർട്ട് ഓഫ് ദി ഫണ്ട്സ് അതർ ദാൻ ഡാഷ് ഓഫ് ദി സൊസൈറ്റി ഷാൾ ബി പെയ്ഡ് ബൈ ദി വേ ഓഫ് ബോണസ് or dividend or otherwise distributed among members. First option net profit, second option gross profit, third option working profit, fourth option retained profit. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊഴിച്ച് മറ്റോ ഒന്നും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. ബോണസോ ഡിവിഡൻഡോ മറ്റുള്ള കാര്യങ്ങളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആണ് ആൻസർ. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സെക്ഷൻ 59A, സെക്ഷൻ 59A എന്ന് പറഞ്ഞാൽ പുതിയ അമെൻമെൻറ്റ് വന്നിട്ടുള്ളതാണ്, വാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ്. ദ ലോൺ എമൗണ്ട് എക്സീഡ് 10 lakhs, ലോൺ എമൗണ്ട് 10 ലക്ഷത്തിൽ അധികരിക്കുകയാണെങ്കിൽ ബൈ എ പാനൽ ഓഫ് ഡാഷ് മെമ്പേഴ്സ്, ഒരു പാനലുണ്ട്. എത്ര മെമ്പേഴ്സിൻ്റെ പാനൽ? ഇൻക്ലൂഡഡ് ഫോർ ദി വാലുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ആ 10 ലക്ഷത്തിൽ അധികരിച്ച് ലോൺ കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്ലഡ്ജ് ചെയ്യുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാലുവേഷന് വേണ്ടിയിട്ട് ഒരു പാനലുണ്ട്. ആ പാനലിൽ എത്ര മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 5 മെമ്പേഴ്സാണ്. 5 മെമ്പേഴ്സിൽ രണ്ട് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സാണ്. അതിനകത്ത് ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ബാക്കി 3 പേരിൽ 2 പേരെന്ന് പറഞ്ഞാൽ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സാണ്. റിമൈനിങ് 1 പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാലുവറാണ്, അപ്പോയിൻറ്റഡ് ബൈ ദി മാനേജിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി വിച്ച് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് is wound up or is dissolved, all monies to the credit of or payable to that fund shall be paid to. First option registrar, second option central society, third option government, fourth option all of this. അപ്പോൾ നോക്കി, അപ്പെക്സ് സൊസൈറ്റി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും മണി സ്വീകരിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് wound up or is dissolved ആണെങ്കിൽ സൊസൈറ്റി, all monies to the credit of or payable to that fund, ആ ഫണ്ടിലെ മണി ആർക്ക് തിരികെ കൊടുക്കണമെന്നാണ് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മണി സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇസ് wound up or is dissolvedൻ്റെ സമയത്ത് ഷാൾ ബി പെയ്ഡ് ടു, തിരികെ ഗവൺമെൻറ്റിലേക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ, ഗവൺമെൻറ് ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.